ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ സ്റ്റെപ്പ് 28 നമ്മുടെ ഡെയിലി റുട്ടീനിനെ കുറിച്ച് പറയാൻ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മളവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പതിവായി ഇടയ്ക്കിടെ വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാറില്ലാത്ത അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പഠിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്, നിങ്ങളതിന് ആൻസർ പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് ഡു യു ഡു? ഓക്കെ, ഐ എം എ ടീച്ചർ, ഐ എം എ ബിസിനസ്മാൻ, ഓക്കെ, ഐ എം എ ഹോം മേക്കർ, അങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ഐ വർക്ക് ആസ് എ ടീച്ചർ, ഓക്കെ, ഓർ ഐ വർക്ക് ഇൻ ബിസിനസ്, ക്ലിയർ, ഓർ ഐ വർക്ക് ഇൻ ആൻ IT കമ്പനി, റൈറ്റ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് അവിടെ പറയരുത്. ഐ വർക്ക് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഐ എം എ ടീച്ചർ, അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വാട്ട് ഡു യു ഡു, നിങ്ങളുടെ ജോലി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഐ ആം ടീച്ചിങ് എന്ന് അവിടെ പറയരുത്. ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ആ കണ്ടിന്യൂസ് ടെൻസ് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ? ഇനി ആർ യു ടീച്ചിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യെസ് ഐ ആം ടീച്ചിങ് എന്ന് പറയാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഡു യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? യെസ് ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ അല്ലാതെ അവിടെ ഐ ആം ഗെറ്റിംഗ് അപ്പ് എന്ന് പറയരുത്. ക്ലിയർ? വേറെ എക്സാമ്പിൾ, ഡു യു ഗോ ടു ബെഡ് അറ്റ് 10 o'clock? ഡു യു ഗോ ടു ബെഡ് അറ്റ് 10 o'clock? 10 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ പോകാറുണ്ടോ? അപ്പോൾ ഐ ആം ഗോയിങ് ടു ബെഡ് എന്ന് പറയരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏത് ടെൻസിലാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എപ്പോഴും ആൻസർ പറയണം. ഓക്കെ, അപ്പോൾ ഡു യു ഗോ ടു ബെഡ് അറ്റ് 10 o'clock? അപ്പോൾ ഡു യു ഗോ എന്നല്ലേ, അപ്പോൾ ആ ഗോ തന്നെ ഓർമ്മിക്കുക, ഡു ആണല്ലോ. അപ്പോൾ ഐ ഗോ, ഡു പ്ലസ് ഗോ എന്താണ്? ഗോ ആണ്. അപ്പോൾ ഐ ഗോ ടു ബെഡ്, യെസ് ഐ ഗോ ടു ബെഡ് അറ്റ് 10 o'clock. ഇനി പോകുന്നില്ലെങ്കിലോ, ഐ ഡോണ്ട് ഗോ ടു ബെഡ് അറ്റ് 10 o'clock. ഞാൻ 10 മണിക്ക് ഉറങ്ങാറില്ല. ക്ലിയർ? അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചിട്ട് ആൻസർ പറയാൻ പഠിക്കണം. അല്ലാതെ എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് അവിടെ ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ? യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ ഓർ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. അല്ലാതെ അവിടെ ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് പറയരുത്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്ന, സ്ഥിരമായിട്ട് നമ്മൾ വരുത്തുന്ന ഒരു തെറ്റാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഡൂവിന് പകരം ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ? യെസ് ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെൽ. ശരിയാണോ ഉത്തരം? ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെൽ എന്ന് പറയുമോ നമ്മൾ ആ ചോദ്യത്തിന്? ഡസ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് ചോദിച്ചാൽ അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ എന്നാണ്. അപ്പോൾ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറില്ല നല്ല ഉത്തരം പറയേണ്ടത്. അല്ലാതെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമോ നമ്മൾ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും ആൻസർ? യെസ് ഹീ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ ഓർ ഹീ ഡസൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ക്ലിയർ? ഇനി നിങ്ങൾ ഡൂവും ഡസ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും എന്ന് എനിക്കറിയാം. നമ്മൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണ് ഡൂ ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഡസ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ആർ ഉപയോഗിക്കേണ്ടത് ഡൂ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണോ, ആർ ഉപയോഗിച്ച് ഡൂ യു വെച്ച് ചോദിക്കണോ, ആർ യു വെച്ച് ചോദിക്കണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതും നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ അടുത്ത് തന്നെ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും പ്രസൻറ്റ് ടെൻസിൻ്റെ 2ാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട 2 വെർബ്സുകൾ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് സ്റ്റേറ്റീവ് വെർബ്സും 2ാമത്തെ ടൈപ്പ് ആക്ഷൻ വെർബ്സുമാണ്. ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വെർബുകൾ പ്ലേ, റൈറ്റ്, വേക്ക് അപ്പ്, ഗെറ്റ് അപ്പ്, ഓക്കെ, ബ്രഷ്, ക്ലിയർ, ആൻഡ് പിന്നെന്താണ് മീറ്റ്. ഇപ്പം നമ്മൾ കളിക്കുക, ഇപ്പം നമ്മൾ ഒരു ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ആക്ഷനാണ് അല്ലേ, ആക്ഷൻ വെർബാണ്. അത് നമ്മളുടെ ഒരു ഫീലിംഗ് അല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ ഐ ഫീൽ സാഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു, ആ തോന്നുന്ന ഒരവസ്ഥയുണ്ട്, ഒരു ഫീലിംഗ് ആണത്, മനസ്സിലായോ?
പക്ഷേ ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോഴോ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്ലേ, റൈറ്റ്, സ്പീക്ക്, ക്ലിയർ, അങ്ങനെയുള്ള വെർബുകളെല്ലാം എന്താണ്? ആക്ഷൻ വെർബുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റേറ്റീവ് വെർബുകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ സ്റ്റേറ്റീവ് വെർബ് നമ്മൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ING കൊടുക്കാറില്ല. കൊടുത്താൽ തന്നെ അത് തെറ്റായിരിക്കും ആ സെൻറ്റൻസ് മിക്കവാറും. പിന്നെ ചില വെർബുകളുണ്ട്, അത് സ്റ്റേറ്റീവ് വെർബായിട്ടും ഉപയോഗിക്കാം, ആക്ഷൻ വെർബായിട്ടും ഉപയോഗിക്കാം. അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയും, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റീവ് വെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സം സ്റ്റേറ്റീവ് വെർബ്സ് നോക്കോളൂ. എഗ്രി, ഫീൽ, മൈൻഡ്, അപ്രീഷിയേറ്റ്, ബിലീവ്, ഡൗട്ട്, ഹോപ്പ്, ഗസ്, റെക്കഗ്നൈസ്, റിഗ്രറ്റ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കെല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റീവ് വെർബ്സിൽ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അഭിപ്രായം ഒക്കെ പറയാൻ നമ്മൾ ഇങ്ങനെയുള്ള ഈ വെർബ്സ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കൂ. എഗ്രി, എഗ്രി, ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. ഓക്കെ, ഐ എഗ്രി ദാറ്റ്, ക്ലിയർ. ഇപ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാം നമ്മൾ ആദ്യം. ഐ എഗ്രി ദാറ്റ്, ഐ ഡോണ്ട് എഗ്രി ദാറ്റ്, ഡു യു എഗ്രി ദാറ്റ്, യെസ് ഐ എഗ്രി ദാറ്റ്, ഐ ഡോണ്ട് എഗ്രി ദാറ്റ്, അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഐ ഫീൽ. ഫീൽ നമുക്ക് തോന്നുന്നതാണ്, നമ്മളുടെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഫീലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 5-6 സ്റ്റെപ്സ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് ഒന്ന് പോയി കാണുക. ഓക്കെ, ഹൗ ഡു യു ഫീൽ ടുഡേ, നിങ്ങളുടെ എന്താ, അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ, നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൂഡ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓർക്കുക. അപ്പോൾ ഐ ഫീൽ ഗുഡ്, ഓർ ഐ ഫീൽ സാഡ്, ഐ ഫീൽ ഹാപ്പി, ഐ ഫീൽ എക്സ്റ്റാറ്റിക്, ഒക്കെ വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ, അല്ലാതെ ഐ ആം നോട്ട് ഫീലിംഗ് എന്ന് പറയാറില്ല നമ്മളവിടെ. ഐ ആം നോട്ട് ഫീലിംഗ് വെല്ലിനെക്കാട്ടിലും നമുക്ക് നല്ലത് എന്താണ്? ഐ ഡോണ്ട് ഫീൽ ഗുഡ് ടുഡേ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടെടുത്തെല്ലാം കൊണ്ട് ING ഇട്ട് ഉപയോഗിച്ച് പഠിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റീവ് വേർബ്സിന് സാധാരണ എന്തോ യൂസ് ചെയ്യാറില്ല, ING ഫോം നമ്മൾ യൂസ് ചെയ്യാറില്ല. അതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ ഇപ്പോൾ നോക്കൂ. അപ്രീഷിയേറ്റ്, അപ്രീഷിയേറ്റ്. ഇപ്പോൾ ഒരാൾ നമ്മൾക്കൊരു സഹായം ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ കുട്ടികൾ നമ്മളെ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികം നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലേ? നമുക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് അല്ലെങ്കിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മൈ ചൈൽഡ്, ഓക്കെ, അല്ലെങ്കിൽ മൈ ചൈൽഡ് ഹെൽപ്സ് മീ പ്ലാന്റിങ് ദ ഗാർഡൻ, ഓക്കെ, ഓർ വാട്ടറിങ് ദ പ്ലാന്റ്സ്, വെള്ളം നനയ്ക്കാൻ എന്നെ സഹായിക്കാറുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദം, അല്ലേ? അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അതുപോലെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഡു യു അപ്രീഷിയേറ്റ് യുവർ ചൈൽഡ്? ഡു യു അപ്രീഷിയേറ്റ് യുവർ ചൈൽഡ് ഫോർ ദ ഹെൽപ്പ്? അവർ നിങ്ങൾക്ക് ചെയ്ത സഹായത്തിന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? ഓക്കെ, ഡു യു അപ്രീഷിയേറ്റ് ആണ്, അല്ലാതെ ആർ യു അപ്രീഷിയേറ്റിംഗ് എന്നല്ല അവിടെ ചോദിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ അതേപോലെ വേറൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇത് നോക്കൂ. ഡസ് ഷീ അപ്രീഷിയേറ്റ് ദ ഹെൽപ്പ്? അപ്പോൾ അവൾ ആ ഹെൽപ്പിന്, ആ സഹായത്തിന് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ എന്നാണ്. ഡസ് ഷീ അപ്രീഷിയേറ്റ് ദ ഹെൽപ്പ്? ഓക്കെ, ഡസ് യുവർ മം അപ്രീഷിയേറ്റ് ദ ഹെൽപ്പ്? യെസ്, ഷീ അപ്രീഷിയേറ്റ്സ് ദ ഹെൽപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ബിലീവ്. ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ഗോഡ്. ഡു യു ബിലീവ് ഇൻ ഗോഡ്? ആർ യു ആൻ എത്തിയിസ്റ്റ്? നിങ്ങളൊരു നിരീശ്വരവാദിയാണോ? ഓക്കെ, അതാണോ എന്ന്, അതുകൊണ്ടാണ് ആർ യു ചോദിച്ചത്. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാകുമ്പോൾ എന്ത് ചോദിക്കണം? ഡു യു ബിലീവ് ഇൻ ഗോഡ്, അല്ലാതെ ആർ യു ബിലീവിംഗ് എന്ന് ചോദിക്കരുത്. മനസ്സിലായോ? ഡു യു ബിലീവ് ഇൻ ഗോഡ്? യെസ്, ഐ ബിലീവ് ഇൻ ഗോഡ്, ഓർ ഐ ഡോണ്ട് ബിലീവ്. അപ്പോൾ അവിടെ സ്ട്രക്ചർ ഓർമ്മിക്കുക. ഐ ബിലീവ്, ഐ ഡോണ്ട്, പിന്നെ ഡു യു. ഓക്കെ, ദെൻ മൈ ഫ്രണ്ട് ടോം, ഹി ബിലീവ്സ് ഇൻ ഗോഡ്. ഹി ബിലീവ്സ് എന്നാണല്ലോ, ഹി ബിലീവ്സ് ഇൻ ഗോഡ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയും? ഹി ഡസൻറ്റ് ബിലീവ് ഇൻ ഗോഡ്. അപ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്ങനെ ചോദിക്കും? അവനാണ്, അപ്പോൾ ഡസ് ഹി ബിലീവ് ഇൻ ഗോഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ നോക്കാം. ഗസ്. അപ്പോൾ ഐ ഗസ് ഐ ഹാഡ് ബെറ്റർ ഗോ വെരി സൂൺ. അപ്പോൾ ഐ ഗസ് എന്ന് പറയുമ്പോൾ ഞാൻ ഊഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗസ്സും നമുക്ക് തിങ്കും നമ്മൾ
നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് മാറ്റി ഉപയോഗിക്കാം. ഐ ഗസ് ഐ ഹാഡ് ബെറ്റർ ഗോ വെരി സൂൺ. അപ്പം ഞാൻ വേഗം അല്ലെങ്കിൽ വേഗം തന്നെ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോകുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായ? എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഐ ഗസ് അല്ലെങ്കിൽ ഞാൻ ഊഹിക്കുന്നു, എനിക്ക് തോന്നുന്നു. ഐ ഗസ് ഐ ഹാഡ് ബെറ്റർ. ഇതൊരു യൂസേജ് ആണ് ഇംഗ്ലീഷിൽ കേട്ടോ. ഹാഡ് ബെറ്റർ, ഐ ഹാഡ് ബെറ്റർ ഗോ വെരി സൂൺ. ഇപ്പോൾ യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, നിനക്ക് പഠിക്കുന്നതാവും നല്ലത്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, നീ പഠിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നീ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അനന്തരഫലം നീ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾക്കൊരു വാണിംഗ് കൊടുക്കാൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്നും അവരെ ഒന്ന് ഉപദേശിക്കാൻ. ഓക്കെ, അപ്പം നിങ്ങൾ അത് ചെയ്യുന്നതാവും നല്ലത്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, യു ഹാഡ് ബെറ്റർ ഗോ നൗ, യു ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല. അപ്പോൾ ഈ ഒരു യൂസേജ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, എന്നാലും അർത്ഥം മനസ്സിലാക്കുക. ഇപ്പോൾ ഐ ഗസ് ഐ ഹാഡ് ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല, ഞാൻ അവർ കൂടെ എടുക്കുന്നതാവും നല്ലത്. ഓക്കെ, അപ്പോൾ ഐ ഗസ് ഐ ഹാഡ് ബെറ്റർ ഗോ വെരി സൂൺ. ഇനി ഐ തിങ്ക് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഐ തിങ്ക് ഐ ഹാഡ് ബെറ്റർ ഗോ വെരി സൂൺ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ അയലോക്കത്തെ വീട്ടിലാണെങ്കിൽ നമ്മൾ പറയാം, ഞാൻ വേഗം പോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, മഴ വരുന്നുണ്ട്. ഓക്കെ, ഡ്രസ്സുകളെല്ലാം പുറത്തിട്ടിട്ടുണ്ട്, അതെല്ലാം എടുത്ത് വെക്കണം. ഓക്കെ, ഐ തിങ്ക് ഐ ഹാഡ് ബെറ്റർ ഗോ നൗ. ഓക്കെ, ഇനി ഈ ഒരു യൂസേജ് നോക്കൂ. ഐ ഹാവ് ഗോട്ട് ടു ഗോ നൗ. ഇതൊക്കെ ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ ഐ ഹാവ് ഗോട്ട് ടു ഗോ നൗ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പോയേ പറ്റൂ എന്നാണ്. ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകുന്നതാവും നല്ലത്, നമ്മളൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പോയില്ലെങ്കിൽ ആ പുറത്ത് നമ്മൾ ഉണക്കാനിട്ട തുണികളൊക്കെ നനഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് പോകുന്നതല്ലേ നല്ലത്, പോകുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ, ഐ ഹാവ് ഗോട്ട് ടു ഗോ നൗ, എനിക്ക് പോയേ പറ്റും. ഇവിടെ നിർബന്ധം കൂടുതലുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ടു ഗോ നൗ, എനിക്കിപ്പോൾ പോയേ പറ്റും. ഐ തിങ്ക്, ഞാൻ കരുതുന്നു. ഓക്കെ, ഐ തിങ്ക് ഐ ഷുഡ് ഗോ നൗ. അതുപോലെ ഈ ഹാവ് ടു, മസ്റ്റ്, ഷുഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ നിർബന്ധത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഐ ഷുഡ് ഗോ നൗ, ഐ തിങ്ക് ഐ മസ്റ്റ് ഗോ നൗ. ഓക്കെ, ഐ തിങ്ക് ഐ ഓട്ട് ടു, ഐ ഓട്ട് ടു ഗോ നൗ. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ്, ഏകദേശം സെയിം മീനിങ് തന്നെയാണ്. എനിക്കിപ്പോൾ പോകണം എന്നുള്ളൊരർത്ഥം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കോൺവെർസേഷൻ, ചെറിയൊരു കോൺവെർസേഷൻ. ഡു യു തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഈസി? അപ്പോൾ ഡു യു തിങ്ക് ഉണ്ടോ? അപ്പോൾ തിങ്ക് എന്ന് പറയുന്ന ആ ഒരു വെർബ്, അതൊരു സ്റ്റേറ്റീവ് വെർബായിട്ടാണ് എടുക്കുന്നത്. ഇവിടുത്തെ വെർബ് ആരാണ്? തിങ്ക്. ഓക്കെ, ഇവിടെ ഇതൊരു സ്റ്റേറ്റീവ് വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡു യു തിങ്ക്, നിങ്ങൾ കരുതുന്നുണ്ടോ ഇംഗ്ലീഷ് ഈസ് ഈസി? ഇംഗ്ലീഷ് ഈസി ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുന്നത് നോ ഐ ഡോണ്ട്, ഇല്ല. ഓക്കെ, നോ ഐ ഡോണ്ട്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇംഗ്ലീഷ് ഈസ് ഈസി എന്ന് നീട്ടി പറയാം, പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. നോ ഐ ഡോണ്ട്. ഓക്കെ, ഇനി വൈ ഡോണ്ട് യു തിങ്ക് സോ? നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? വൈ ഡോണ്ട് യു? ഓക്കെ, വൈ ഡോണ്ട് യു തിങ്ക് സോ? നിങ്ങൾ എന്താണ് അങ്ങനെ കരുതുന്നത്? ഓക്കെ, വൈ ഡോണ്ട് യു തിങ്ക് സോ? ക്ലിയർ? അപ്പോൾ ഇവിടെ ഐ ഡോണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഗറ്റീവിൽ തന്നെ ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചത്. അപ്പോൾ വൈ ഡു യു തിങ്ക് സോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് അങ്ങനെ കരുതുന്നത്? ഇപ്പോൾ ഇവിടെ അയാൾ ആൻസർ നെഗറ്റീവിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും തിരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. ക്ലിയർ? വൈ ഡോണ്ട് യു തിങ്ക് സോ? ദെൻ ബിക്കോസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സ്റ്റേറ്റീവ് വെർബ് തന്നെയാണ്. ഓക്കെ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലാതെ ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് എന്ന് അവിടെ പറയാൻ പാടില്ല. ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, എനിക്ക് മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ്. അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, അല്ലാതെ ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് എന്ന് പറയരുത്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ബിക്കോസ് റീസൺ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. ഇതിലെല്ലാം നമ്മൾ പറയുമ്പോഴേക്കും നമ്മളുടെ ടൈം വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. അതുപോലെ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, റിഗ്രറ്റ്, പശ്ചാത്തപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഐ റിഗ്രറ്റ് ഡൂയിങ് ദാറ്റ്, അത് ചെയ്തതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് എപ്പോഴോ ഒരു കാര്യം ചെയ്തതാണ്, മുമ്പ് ചെയ്ത ഒരു കാര്യത്തിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. അപ്പോൾ ഐ റിഗ്രറ്റ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഐ റിഗ്രറ്റ് കോളിങ് ഹർ. ഞാൻ അവളെ വിളിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചു. എന്നിട്ട് ഇപ്പോൾ ഞാൻ എന്താണ്, അറ്റ് പ്രസൻറ്റ്, ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ പശ്ചാത്തപിക്കുകയാണ്. ഐ റിഗ്രറ്റ്, അല്ലാതെ ഐ ആം റിഗ്രറ്റിംഗ് എന്ന് പറയരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ
നോക്കൂ, റിമെമ്പർ ഒക്കെ വളരെ എളുപ്പമാണ്. ഐ റിമെമ്പർ യുവർ നെയിം, ഞാൻ നിങ്ങളുടെ പേര് ഓർക്കുന്നു. ഓക്കെ, അല്ലാതെ ഐ ആം റിമെമ്പറിങ് എന്നല്ല. അതുപോലെ സോറി, ഐ ഡോണ്ട് റിമെമ്പർ യുവർ നെയിം, ഞാൻ നിങ്ങളുടെ പേര് ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം വൺസ് അഗെയിൻ? ഓക്കെ, ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ക്ലിയർ? അപ്പം ഓരോന്നും അതുപോലെ ഓർത്തിരിക്കുക. ക്ലിയർ? അതുപോലെ ഇവിടെ നോക്കുക, കെയർ. ഇത് വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ഇതാണ്. ഹൂ കെയേഴ്സ് ഇറ്റ്, അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഓക്കെ, അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഹൂ കെയേഴ്സ് ഇറ്റ്. ഹൂ ഈസ് കെയറിങ് ഇറ്റ് എന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. ഹൂ കെയേഴ്സ് ഇറ്റ്, അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ഇത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ ഇപ്പോൾ ഒരു കാർ അവിടെ ഉണ്ട്, അത് ആരുടെ കാറാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കണം, ഹൂ ഓൺസ് ദ കാർ? അപ്പോൾ നമ്മളൊരു പൊസഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണത്. ഓൺ, പൊസഷൻസ്. എനിക്കൊരു സാധനം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഐ ഹാവ് എ കാർ, ഹാസ്, ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പോയി നോക്കണേ. ഒന്നുകൂടി അത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ പൊസഷനെ കാണിക്കാനാണ് ഐ ഹാവ് എ കാർ. ഓക്കെ, അപ്പോൾ ഐ ഓൺ എ കാർ, ഞാൻ എനിക്കൊരു കാർ സ്വന്തമായിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലും അവിടെ വരാം. അപ്പോൾ ഹൂ ഓൺസ് ദാറ്റ് കാർ, ആരുടെ കാറാ അത് ആരുടെ കാറാന്ന് ചോദിക്കാൻ ഇത് ഉപയോഗിക്കാം. ഹൂ ഓൺസ് ദാറ്റ് കാർ. ക്ലിയർ? അതുപോലെ അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ മൈൻഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? ഓക്കെ, എന്നെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഡു യു മൈൻഡ്? ഓക്കെ, അപ്പോൾ ആ വീഡിയോയിലും കാണുക. ക്ലിയർ അല്ലേ? അതുപോലെ ഫീലിൻ്റെത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ മീൻ, ഇത് നമ്മൾ സാധാരണ സെൻറ്റൻസിൽ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥമാക്കുക എന്നുള്ള അർത്ഥമാണ്. വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? അതുകൊണ്ട് നല്ലൊരു സെൻറ്റൻസ് അല്ലേ പഠിക്കാൻ. വാട്ട് ഡു യു മീൻ, നിങ്ങൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്ലിയർ? ഐ മീൻ ദാറ്റ്, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണെന്ന്. ക്ലിയർ? വാട്ട് ഡിഡ് യു മീൻ എന്നാണെങ്കിലോ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് വരിക. വാട്ട് ഡിഡ് യു മീൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്. വാട്ട് ഡു യു മീൻ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക്, നിങ്ങൾ എന്താണ് കരുതുന്നത്. അപ്പോഴാണ് ഐ തിങ്ക്. ക്ലിയർ? അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആൻസർ പറയേണ്ടത്. ക്ലിയർ? ഇനി ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നോക്കുക. ലൈക്ക്, ഡിസ്ലൈക്ക്, ഹെയ്റ്റ്. ഇപ്പോൾ ഐ ലൈക്ക് ഐസ്ക്രീം, ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം, അല്ലാതെ ഐ ആം ലൈക്കിങ് ഐസ്ക്രീം പറയില്ല. അത് സിമ്പിൾ അല്ലേ? അതുപോലെ ഡിസ്ലൈക്ക്. ഓക്കെ, ഐ ഡിസ്ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായി? ഇതിൻ്റെ ഓപ്പോസിറ്റ്. ക്ലിയർ? ഇനി ഹെയ്റ്റ്, വെറുക്കുന്നു, നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ ഡിസ്ലൈക്ക് ഉപയോഗിക്കാം, ഹെയ്റ്റും പറയാം. ഇപ്പോൾ ഐ ഹേറ്റ് റെയിൻ, അല്ലെങ്കിൽ ഐ ഹേറ്റ് ഹെവി റെയിൻ, എനിക്ക് ശക്തമായ മഴ എനിക്കിഷ്ടമല്ല. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം യൂഷ്വലി ഐ ടേക്ക് എ ഡേ ഓഫ്. നല്ല മഴ പെയ്യുന്ന ദിവസം ഞാനൊരു ലീവ് എടുക്കാറാണ് പതിവ്. ഓക്കെ, ഐ ടേക്ക് എ ലീവ് ഓർ ഐ ടേക്ക് എ ഡേ ഓഫ്. ക്ലിയർ? ഐ ഹേറ്റ് റെയിൻ. ഓക്കെ, നൗ ഐ ഹേറ്റ് കോൾഡ് ഡ്രിങ്ക്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർ കൂൾ ഡ്രിങ്ക്സ് അല്ലേ? കൂൾ ഡ്രിങ്ക്സ് എന്നല്ലേ നമ്മൾ പറയാം. ഐ ഹേറ്റ് കൂൾ ഡ്രിങ്ക്സ്. ഓർ ഐ ലവ് ഹോട്ട് ടീ, ചൂടുള്ള ചായ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഐ ലവ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഐ ലവ്, ഐ ലൈക്ക്, ഐ ഡിസ്ലൈക്ക്, ഐ ഹേറ്റ്, ഐ തിങ്ക്, ഐ ഡോണ്ട് തിങ്ക്, ഐ ഗസ് അല്ലേ? എത്ര നല്ല പ്രയോഗങ്ങളാണ് ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കൂ അല്ലേ? അതുപോലെ ഇത് പലപ്പോഴും നമ്മൾ തെറ്റ് വരുത്തുന്ന സെൻറ്റൻസുകളും കൂടെ ആണ്. അപ്പോൾ നന്നായിട്ട് വീണ്ടും ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇത് നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടും ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ. ഇത് സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ ഒരു വീഡിയോ കണ്ടു എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്കിത് സ്വന്തമാവില്ല. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ ഈ എൻ വി എന്നുള്ളത് നോക്കൂ. എൻ വി എന്ന് പറഞ്ഞാൽ അസൂയപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ എൻ വി എന്നുള്ളതിന് അസൂയ എന്നുള്ള അർത്ഥവുമുണ്ട്. അപ്പോൾ അതൊരു വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഷീ എൻവീസ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്ക് അവനോട് അസൂയാണെന്നാണ്. അവൾ അവനോട് അസൂയപ്പെടാറുണ്ട് എന്നാണ് അവിടെ അർത്ഥം. അസൂയപ്പെടാറുണ്ട്. അപ്പോൾ ഷീ എൻവീസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഷീ വന്നുകൊണ്ടാണ് എൻ വിയുടെ കൂടെ എസ് കൊടുത്തത്. അപ്പോൾ വൈയിൽ അവസാനിക്കുന്നതുകൊണ്ടാണ് അത് IES എന്ന് വന്നത്. ഷീ എൻവീസ് ഹിം, അവൾക്ക് അവനോട് അസൂയ തോന്നാറുണ്ട്. ക്ലിയർ? ഇനി നോക്കൂ, ഐ എൻവി യുവർ സ്പീക്കിംഗ് സ്കിൽസ്. നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ല് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു നമ്മൾ പറയാറില്ലേ? അതാണ് ഐ എൻവി യുവർ സ്പീക്കിംഗ് സ്കിൽസ്. ഇതൊക്കെ നമ്മൾ വളരെ റെയറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയണമെന്നുണ്ടാവും, ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്കത് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അതെങ്ങനെ പറയുന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഷീ എൻവീസ് ഹിം.
ക്ലിയർ? അതുപോലെ ഷീ എൻവീസ് യു, അത് ശ്രദ്ധിക്കണം. ഷീ എൻവീസ് യു ഫോർ യുവർ സക്സസ്. നിന്റെ വിജയത്തിൽ അവൾക്ക് നിന്നോട് അസൂയയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? നിന്റെ വിജയത്തിൽ അവൾക്ക് നിന്നോട് അസൂയയുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഷീ എൻവീസ് യു, അവൾക്ക് നിന്നോട് അസൂയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അവൾ നിന്നോട് അസൂയപ്പെടാറുണ്ട് അല്ലേ? അപ്പോൾ എൻവീഡ്. ഓക്കെ, അപ്പോൾ എൻവി ഫസ്റ്റ് ഫോം, ബേസ് ഫോം, അതാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കേണ്ടത്. ഷീ എൻവീസ് യു, ആരോടാണെന്നും കൂടെ അവൾ പറയണം കേട്ടോ. ഷീ എൻവീസ് യു ഫോർ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിൽ അവൾക്ക് അസൂയുണ്ട് അല്ലെങ്കിൽ അസൂയപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? അത് അവളുടെ ഒരു ജനറൽ നേച്ചറാണ്, ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ അവളുടെ ഒരു പൊതു സ്വഭാവമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്, സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞത്. ക്ലിയർ? ഇനി അത് പാസ്റ്റിൽ അവൾക്ക് നിന്നോട് അസൂയപ്പെട്ടിരുന്നു എന്ന് പറയണമെങ്കിൽ എൻവീഡ് എന്ന് കൊടുക്കണം, സെക്കൻഡ് ഫോം കൊടുക്കണം. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ അഡോർ, നമ്മൾ ആരാധിക്കുക. നമ്മൾ സിനിമ സ്റ്റാർസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലീഡേഴ്സിനൊക്കെ നമ്മൾ ആരാധിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അഡോർ. അപ്പോൾ ഈ ഒരു വേർഡ് വരുമ്പോൾ ഓക്കെ. അപ്പോൾ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? അപ്പോൾ മൈ ഫേവറേറ്റ് ആക്ടർ ഈസ് ടൊവിനോ. ഓക്കെ, ദെൻ ഡു യു അഡോർ ഹിം? ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തെ അഡോർ ചെയ്യാറുണ്ടോ, ആരാധിക്കാറുണ്ടോ, അഡ്മയർ ചെയ്യാറുണ്ടോ? ഡു യു അഡോർ ഹിസ് ആക്ടിങ്? ക്ലിയർ? ഡു യു അഡോർ ഹിസ് ആക്ടിങ് അല്ലെ? അല്ലാതെ ആർ യു അഡോറിംഗ് എന്ന് ഇവിടെ പറയരുത്. അതാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായില്ലേ അത്? അപ്പോൾ അതുമായി ക്ലിയർ. ഇനി വരുന്നത് ഈ മെഷർമെൻറ്റ്സിലാണ്. അപ്പം നമ്മൾ അളവുകൾ, തൂക്കങ്ങളൊക്കെ പറയുമ്പോൾ, അതായത് മെഷർ എന്ന പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് കേട്ടോ, അളക്കുക. അല്ലെങ്കിൽ ഈ ലെങ്ത്തിന്, ഇതിന് ഈ റോപ്പിന് 74 സെൻറ്റിമീറ്റർ നീളമുണ്ട് എന്ന് പറയാം. നമുക്ക് രണ്ടോ മൂന്നോ വിധത്തിൽ പറയാം. പക്ഷേ ഈ മെഷർ വെച്ചിട്ട് പറയണമെങ്കിൽ ദിസ് റോപ്പ് മെഷേഴ്സ് 74 സെൻറ്റിമീറ്റർ, ദിസ് റോപ്പ് മെഷേഴ്സ് 50 സെൻറ്റിമീറ്റർ. ക്ലിയർ? ദിസ് ത്രെഡ് മെഷേഴ്സ് 15 സെൻറ്റിമീറ്റർ. ഈ നൂലിന് 15 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അപ്പോൾ മെഷർ അത് സെൻറ്റൻസിലേക്ക്, പ്രസൻറ്റ് ഫോമിലേക്ക് വരുമ്പോൾ മെഷേഴ്സ്. ആ റോപ്പ് ഒരു കയറല്ലേ പറഞ്ഞത്, അപ്പോൾ മെഷേഴ്സ്. ക്ലിയർ? നൗ ദിസ് പെൻ മെഷേഴ്സ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഡസ് ഇറ്റ് മെഷർ 10 സെൻറ്റിമീറ്റർ? അതിന് 10 സെൻറ്റിമീറ്റർ നീളമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കാതെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പഠിക്കുക. ക്ലിയർ? ഇപ്പം നമ്മളൊരു ബോക്സ് നിറച്ച്, ഒരു ഗ്ലാസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബോക്സ് ആണുള്ളത്. ആ ബോക്സിന് 50 കിലോ വെയിറ്റ് ഉണ്ടെന്ന് പറയണം. ഇപ്പം എന്തായിരിക്കും? ദിസ് ബോക്സ് വെയ്സ്, അതിൻ്റെ തൂക്കമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെയ്സ്, ദിസ് ബോക്സ് വെയ്സ് 80 കിലോഗ്രാം. ക്ലിയർ? മനസ്സിലായി? അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന് അത്രയും വെയിറ്റ് ഉണ്ട്, തൂക്കമുണ്ട് എന്ന് പറയണമെങ്കിൽ വെയ്സ്. ഓക്കെ, ഇപ്പോൾ ദീസ് ബോക്സസ് ആകുമ്പോൾ കുറേ ബോക്സുകൾ ഉണ്ടെങ്കിൽ ദീസ് ബോക്സസ് വെയ് ടോട്ടൽ. ക്ലിയർ? 80 കിലോഗ്രാം. ക്ലിയർ? അപ്പോൾ സിംഗുലർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ദിസ് പെൻ. ഓക്കെ, ദിസ് പെൻ എന്ന് പറയുമ്പോൾ ഒരു പേനേ ഉള്ളൂ, അപ്പോൾ വെയ്സ്. ഓക്കെ, ദിസ് പെൻ വെയ്സ് 5 gram, ലൈക്ക് ദാറ്റ്. ഓക്കെ, യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ സെൻസസ് ആൻഡ് പെർസെപ്ഷൻസ്, അപ്പിയർ, ഹിയർ, ലുക്ക്, സീ, സീം, സ്മെല്ല്, ടേസ്റ്റ്, അതൊക്കെ നമ്മുടെ സെൻസറി ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മളൊരു കറി നല്ല സാമ്പാർ, ഈ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെ പറയും? ദിസ് സാമ്പാർ ടേസ്റ്റ്, TASTES, ദിസ് കറി ടേസ്റ്റ് ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഇതിന് നല്ല രുചിയുണ്ടല്ലോ എന്നാണ് പറയുന്നത് നമ്മൾ. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ഇതിന് നല്ല രുചി ഉണ്ട് അല്ലോ. അപ്പോൾ അല്ലോ എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ ഇവിടെ അങ്ങനെ ചിന്തിക്കരുത്, ആശയം മനസ്സിലാക്കി പറയാം. ഓക്കെ, ഇറ്റ് ടേസ്റ്റ് ഗുഡ്, ഇതിന് നല്ല രുചിയുണ്ടല്ലോ. ഓക്കെ, ഹൂ പ്രിപ്പയർഡ് ഇറ്റ്, ഇതാരാ പ്രിപ്പയർഡ് ചെയ്തത്, ആരാണ് ഇത് ഉണ്ടാക്കിയത്? ക്ലിയർ? ഹൂ മെയ്ഡ് ഇറ്റ്, ഇതാരുണ്ടാക്കിയത്? ഇറ്റ് ടേസ്റ്റ് ഗുഡ്. അപ്പോൾ ഇതൊക്കെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്, അതുപോലെ പറയാം. ഇനി ദിസ് ഫ്ലവർ, ഈ പൂവ്, സ്മെൽസ് നൈസ്, ഈ പൂവിന് നല്ല മണമുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു പൂവ് എടുത്ത് മണത്ത് നോക്കിയിട്ട് പറയണം. ഓക്കെ, ദിസ് ഫ്ലവർ സ്മെൽസ് നൈസ്. ഇനി ഫ്ലവേഴ്സ് എന്നാണെങ്കിൽ സ്മെല്ല് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ദിസ് മിൽക്ക് സ്മെൽസ് ബാഡ്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തിട്ടൊന്ന് മണപ്പിച്ച് നോക്കിയിട്ട് പറയണം, ഈ പാലിന് എന്തോ ഒരു മോശം മണം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ദിസ്
milk smells bad. Smells bad. Clear? This milk smells bad. ക്ലിയർ. ഇനി നമ്മൾ പാല് കേടായി എന്നുള്ളതിന് ഇറ്റ് ഈസ് ഓഫ് നൗ എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് ഓഫ്. ഓക്കെ, അത് പാല് കേടായി എന്നുള്ള അർത്ഥത്തിലും പറയാം. ക്ലിയർ. അപ്പോൾ അതായത് ഇനി സീം. നമ്മൾ സീം എന്ന് പറയുമ്പോൾ തോന്നുക എന്നുള്ള അർത്ഥമാണ് സീംസ്. അപ്പോൾ ഇറ്റ് സീംസ് ഗുഡ്, ഇത് നന്നായിട്ട് തോന്നുന്നു. ഹീ സീംസ് ടയേർഡ്, അവൻ ക്ഷീണിതനായിട്ട് തോന്നുകയാണ് നമുക്ക് അറ്റ് പ്രസൻറ്റിൽ. പക്ഷെ ഇന്നലെയാണെങ്കിൽ സീംഡ് എന്ന് പറയണം. ഹീ സീംഡ് വെരി ടയേർഡ് അറ്റ് ദ പാർട്ടി. ഇന്നലെ പാർട്ടിയിൽ അവൻ വളരെ ക്ഷീണിതനായി തോന്നി എന്നാണെങ്കിൽ സീംഡ്. ഓക്കെ, സീംഡ് എന്ന് പറയരുത്, സീംഡ്. ക്ലിയർ. പക്ഷെ ഇപ്പോഴത്തെ കാര്യമാണ്, നമ്മുടെ മുമ്പിൽ അവൻ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവനെ കാണുമ്പോൾ ആകെ ക്ഷീണിതനായിട്ട് തോന്നുന്നു. ഓക്കെ, ഹി സീംസ് ടയേർഡ്, ഹി സീംസ് ഹാപ്പി. ക്ലിയർ അല്ലേ അത്? ഓക്കെ. ആൻഡ് അതുപോലെ ലുക്ക്, നമ്മുടെ ഹീ ലുക്സ് ലൈക്ക് എ തീഫ്. അവനെ കണ്ട ഒരു കളനെ പോലെ ഉണ്ട്. ഓക്കെ, ഹീ ലുക്സ് ലൈക്ക് ആ പ്രസന്റ് അപ്പിയറൻസ് ആണ് പറയേണ്ടത്. ഓക്കെ, ലുക്സ് ലൈക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? സ്റ്റേറ്റീവ് വെർബ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വെർബുകളാണ്. ഇനി ഇതിൽ ചില വെർബുകൾ സ്റ്റേറ്റീവ് വെർബായിട്ടും ആക്ഷൻ വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തിങ്ക് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഹീ ഈസ് വെരി ബിസി. ഓക്കെ, അവൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഐ തിങ്ക്, ഞാൻ കരുതുന്നു അവൻ വളരെ ബിസിയാണെന്ന്. ക്ലിയർ. ഐ തിങ്ക്, ഞാൻ കരുതുന്നു, ഹീ ഈസ് വെരി ബിസി, അവൻ വളരെ ബിസിയാണെന്ന് ഞാൻ കരുതുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇനി ആ തിങ്ക് തന്നെ നമുക്ക് എന്തായിട്ടും യൂസ് ചെയ്യാം, ഒരു ആക്ഷൻ വെർബായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, അപ്പം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നാളെ എനിക്കൊരു സെമിനാർ ഉണ്ട്. ഐ ഹാവ് ടു കണ്ടക്ട് എ സെമിനാർ. ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെമിനാർ എങ്ങനെ എടുക്കാം, എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്യാം, അപ്പോൾ അതിനുള്ള പ്രാക്ടീസിലാണ് ഞാനുള്ളത്. ഓക്കെ, നൗ ഐ ആം തിങ്കിങ് ഓഫ്, ക്ലിയർ, ഹൗ ക്യാൻ ഐ മേക്ക് ദാറ്റ് ഫങ്ഷൻ വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഐ ആം തിങ്കിങ് ഓഫ് ദാറ്റ്. അവിടെ ആ തിങ്ക് എന്നുള്ളത് ഐ ആം തിങ്കിങ് എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില സ്റ്റേറ്റീവ് വെർബുകൾ ഐ ആം ആ കണ്ടിന്യൂറ്റി ടെൻസിൽ ഉപയോഗിച്ചിട്ട് പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇപ്പോൾ ഒരു മൂവീസിൽ ഒരു ഹരിഹരൻ പാടിയൊരു ഓരോ പാട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നല്ല മൂവി ഞാൻ മറന്നുപോയി. എന്താ, വോക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഐ ആം തിങ്കിങ് ഓഫ് യു. ഓർമ്മയില്ലേ? ഐ ആം തിങ്കിങ് ഓഫ് യു, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. Because I love you so much. Okay, I want your presence. Clear. I am thinking of you. Clear. ഇപ്പോൾ തിങ്ക് മനസ്സിലായല്ലോ. അതുപോലെ വേറൊരു ആണ് ഹാവ്. എന്താ പറയുക, ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്, അത് നമ്മുടെ പൊസഷനാണ്. ഓക്കെ, പിന്നെ അത് സ്റ്റേറ്റീവ് വെർബിലായിട്ട് ഉപയോഗിച്ചതാണ്, അത് എക്സാമ്പിൾ. ഇനി നമുക്കത് ആക്ഷൻ വെർബായിട്ടും ഈ ഹാവ് ഉപയോഗിക്കാം. ഐ ആം ഹാവിങ് എ ബാത്ത്, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ആം ഹാവിങ് എ ടീ, ഞാൻ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ. നൗ ഐ ആം ഹാവിങ് എ ഗുഡ് ടൈം, എനിക്കിപ്പോൾ നല്ല സമയമാണ് കുറച്ച് കാലമായിട്ട്. ഐ ആം ഹാവിങ് എ ഗുഡ് ടൈം. അപ്പോൾ അവിടെ ആക്ഷൻ വെർബായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ. ഐ ആം ഹാവിങ് എ ബാത്ത്. ക്ലിയർ. അപ്പോൾ സ്റ്റേറ്റീവ് വെർബായിട്ടും ആക്ഷൻ വെർബായിട്ടും ഉപയോഗിക്കുന്ന കൂടുതൽ എക്സാമ്പിൾ, 1-2 എക്സാമ്പിളും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ. അതുപോലെ ഈ ടേസ്റ്റ് എന്ന് പറയുമ്പം ഞാനിപ്പോൾ അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ ഐ ആം ടേസ്റ്റിംഗ് ദാറ്റ് കറി ഓർ ഐ ആം ടേസ്റ്റിംഗ് ദ ഡിഷസ് റൈറ്റ് നൗ. ഞാനിപ്പോൾ അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടേസ്റ്റ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റീവ് വെർബ് അത് ആക്ഷൻ വെർബായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഞാനിപ്പോൾ ഒരു പൂവെടുത്ത് മണത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ ഐ ആം സ്മെല്ലിംഗ് ദാറ്റ് ഫ്ലവർ. ഇനി ഇതിന് നല്ല മണം ഉണ്ടല്ലോ എന്നാണ് പറയണമെങ്കിലോ ഇറ്റ് സ്മെൽസ് ഗുഡ്. ഐ ആം ടേസ്റ്റിംഗ് ദാറ്റ്. ഓക്കെ. അതുപോലെ ലുക്ക്, ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്, ഞാനൊരു ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ഷനിലെവിടെ. അപ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. പക്ഷേ യു ലുക്ക് ടയേർഡ് എന്ന് പറഞ്ഞാലോ നിങ്ങൾ വളരെ ക്ഷീണിതനാണെന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. താങ്ക് യു.